കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ KSKTU എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഷീന രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെതിരായി ഉയരുന്നു കേരളനാടിൻ ജനരോഷം. വികലാംഗത്വം പേറുന്നവരും നരകം തിന്നും രോഗികളും എങ്ങനെ ബാങ്കിൽ ക്യൂ നിൽക്കും? കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരള സംസ്ഥാനത്തിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ്, സമാനതകളില്ലാത്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിച്ച് കേരള സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലേക്ക് വെറും 2 മാസക്കാലം മാത്രമായിട്ടുള്ള UDFന്റെ ഗവൺമെന്റ് അതെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിനകത്തെ പെൻഷൻ സംവിധാനം എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനത സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. 18 മാസത്തെ കുടിശ്ശിക അത് 500 രൂപയിൽ നിന്നും 600 രൂപയാക്കി പ്രഖ്യാപിച്ചു എന്ന് മാത്രം വരുത്തിക്കൊണ്ട് ആ 600 രൂപ പോലും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പിലാക്കാതെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരണം വിട്ടൊഴിയുന്നത്. അതിനുശേഷം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 2000 രൂപയാക്കിയിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും വീടുകളിലേക്ക്, ഓരോരുത്തരുടെയും കിടക്കപ്പായകളിലേക്ക് പെൻഷൻ എത്തിക്കുന്ന സംവിധാനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാലോ പെൻഷൻ സംവിധാനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1980 സഖാവ് EK നായനാരുടെ നേതൃത്വത്തിലാണ് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ സംവിധാനം 45 രൂപ നടപ്പിലാക്കുന്നത്. അന്ന് ഇതിനെ എതിർത്തിട്ടുള്ള ആളുകളാണ് UDF. അന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അന്നത്തെ കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ UDFും ഇത് പ്രത്യുൽപാദനപരമല്ല, ഇവർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ച് നടക്കാനല്ലാതെ ഈ പെൻഷൻ തുക കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന് അന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് UDF. വീടുകളിൽ എത്തിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഷീന രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. CPM പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം എടവണ്ണ വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. P ബാലകൃഷ്ണൻ, K റഹീം, MK സുരേഷ് ബാബു, NA കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.